ആ യുഗം അവസാനിക്കുന്നില്ല. വെള്ളിത്തിരയിലെ നിത്യഹരിത സൗന്ദര്യം, നടനം കൊണ്ടും യഥാർത്ഥ ജീവിതത്തിലെ പച്ചയായ മനുഷ്യനായും മലയാളികളുടെ സ്നേഹം ആവോളം നേടിയ അബ്ദുൾ ഖാദർ എന്ന പ്രേം നസീർ മലയാളികളുടെ മുഴുവൻ സ്നേഹവും നേടിയാണ് യവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. ധ്വനി എന്ന അവസാന ചിത്രത്തിലൂടെ തന്റെ അഭിനയ പാരമ്പര്യം അടുത്ത തലമുറയ്ക്ക് കൈമാറിയാണ് അദ്ദേഹം തിരശീലയ്ക്കപ്പുറത്തേക്ക് മറഞ്ഞത്. പ്രണയവും ഹാസ്യവും വൈകാരികതയുമെല്ലാം നസീറിന്റെ കൈകളിൽ ഭദ്രം. ആ കലാപ്രതിഭ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 36 വർഷങ്ങൾ തികയുന്നു. കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ അതുല്യ പ്രതിഭ തന്റെ സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുന്നു. തിരിഞ്ഞുനോട്ടത്തിന്റെ ഈ അധ്യായത്തിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിലേക്ക് സ്വാഗതം. കാലം മാറി, മനുഷ്യരും മാറി. പക്ഷേ പ്രേം നസീർ മാത്രം മാറ്റമില്ലാതെ നിത്യഹരിത നായകനായി സിനിമ ആസ്വാദകരിൽ ജീവിക്കുകയാണ്. അത്രമേൽ സ്വാധീനം ഏവരിലും ഉളവാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1989 ജനുവരി 16 അദ്ദേഹത്തിന്റെ 62ാമത്തെ വയസ്സിലുണ്ടായ അപ്രതീക്ഷിത വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിന് തീരെ നഷ്ടമാണ് ഉണ്ടാക്കിയത്. 38 വർഷം ചലച്ചിത്ര ലോകത്ത് തിളങ്ങിയ അദ്ദേഹം 725 സിനിമകളിലാണ് നായിക വേഷത്തിലെത്തിയത്. ഇതിലൂടെ ഈ അതുല്യ കലാകാരനെ തേടിയെത്തിയത് ലോക റെക്കോർഡ് എന്ന അപൂർവ നേട്ടവും. മലയാള സിനിമയ്ക്ക് പ്രണയത്തിന്റെ ചൂട് പകർന്ന രംഗങ്ങൾ ഇന്നും പ്രേം നസീർ എന്ന നിത്യഹരിത നായകനായിരുന്ന നടന് സ്വന്തം. ഇത്ര തീവ്രമായി, ഇത്ര അനുരാഗലോലനായി, ഇത്ര ഭാവമധുരമായി പ്രണയരംഗങ്ങളിൽ നായികയോടൊപ്പം അഭിനയിച്ച നടന്മാർ മലയാളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ അപൂർവമായിരുന്നു എന്ന് നമുക്ക് പറയാം. സിനിമ അഭിനയം ജീവിത ഉപാധിയാക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാഠമാക്കാവുന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രണയരംഗങ്ങൾ. SK ആചാര്യയുടെ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് ഈ നടനെ മലയാളികൾ ആദ്യം പരിചയപ്പെടുന്നത്. എന്നാൽ മോഹൻ റാവു സംവിധാനം ചെയ്ത വിശപ്പിന്റെ വിളി എന്ന ചിത്രമാണ് പ്രേം നസീറിനെ ശ്രദ്ധേയനാക്കിയത്. ഈ ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിലാണ് നടൻ തിക്കുറിശി സുകുമാരൻ നായർ അബ്ദുൾ ഖാദർ എന്ന ചിറയൻ കീഴുകാരനെ പ്രേം നസീർ എന്ന് നാമകരണം ചെയ്യുന്നത്. ആ ഒരു പേര് അനർത്ഥമാക്കും വിധമായിരുന്നു പിന്നീട് ചലച്ചിത്ര രംഗത്തെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളും. പ്രേമരംഗങ്ങളിൽ അദ്ദേഹം എക്കാലത്തെയും ചക്രവർത്തി തന്നെയായിരുന്നു. ഇത്തരം രംഗങ്ങളിലെ അദ്ദേഹത്തിന്റെ അഭിനയത്തെ മറികടക്കുന്നത് നിത്യജീവിതത്തിലെ അദ്ദേഹത്തിന്റെ അഭിനയമില്ലാത്ത സ്നേഹമായിരുന്നു. താൻ പ്രവർത്തിക്കുന്ന ചലച്ചിത്ര മേഖല എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സ്വന്തം സിംഹാസനത്തിലുള്ള സത്യാഗ്രഹത്തെക്കാൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ അനേകായിരം പേരുടെയും അവരുടെ കുടുംബത്തെയും കുറിച്ചുള്ള ഉത്കണ്ഠകൾ തന്നെയായിരുന്നു ഇത്തരമൊരു ആഗ്രഹത്തിനു പിന്നിൽ. പലപ്പോഴും പരീക്ഷണ ചിത്രങ്ങളിൽ അഭിനയിക്കുവാൻ അദ്ദേഹം വിസമ്മതിച്ചു. അതിന്റെ കാരണവും ഇതുതന്നെയായിരുന്നു. വിജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ചിത്രത്തിൽ അഭിനയിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്താൽ തന്റെ താരമൂല്യമോർത്ത് കാശിറക്കുന്ന നിർമ്മാതാവ് പെരുവഴിയിലാകുമെന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ട് മാത്രമായിരുന്നു പലപ്പോഴും ആവർത്തന വിരസങ്ങൾ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയിരുന്ന അനേകം ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടത്. അതിന്റെ പേര് നിരൂപകരിൽ നിന്ന് നിരവധി തവണ ക്രൂരമായ ആക്ഷേപങ്ങൾക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട്. പ്രേം നസീറിന്റെ മരം ചുറ്റി പ്രേമം എന്ന പ്രയോഗം തന്നെ ആ കാലത്ത് ചലച്ചിത്ര ആസ്വാദകരുടെ ചുണ്ടിലുണ്ടായിരുന്നു. അതിൽ ഉറഞ്ഞു കിടക്കുന്ന പരിഹാസം കേട്ടില്ലെന്ന് നടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ താല്പര്യം. സിനിമാ രംഗത്തെ നിർമ്മാണത്തിന്റെയും വിതരണത്തിന്റെയും ചുറ്റിക്കളിയെക്കുറിച്ച് അറിയാതെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നവരെ പ്രേം നസീർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇതിനൊരു ഉദാഹരണമായി പറയാവുന്നതാണ് ശ്രീകുമാരൻ തമ്പിക്കുണ്ടായ അനുഭവം. ചലച്ചിത്ര രംഗത്ത് മികച്ച ഗാനങ്ങളും കഥയും തിരക്കഥയും എല്ലാം എഴുതി പേരെടുത്ത ശ്രീകുമാരൻ തമ്പിക്ക് സ്വന്തമായി സിനിമ എടുക്കണമെന്ന ആഗ്രഹം ഉദിച്ചു. നായകനായി അഭിനയിക്കുവാൻ പ്രേം നസീറിനെ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ നിർമ്മാണം ശ്രീകുമാരൻ തമ്പി തന്നെയാണ് നിർവഹിക്കുവാൻ പോകുന്നതെന്ന് കേട്ടതും പ്രേം നസീർ അഭിനയിക്കുവാനാകില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും ശ്രീകുമാരൻ തമ്പി പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ അഭിനയിക്കുന്നതിനുള്ള തുക കൂടുതലായി പറഞ്ഞു. എന്നാൽ ആ തുക താൻ തന്നുകൊള്ളാമെന്ന് ശ്രീകുമാരൻ തമ്പി സമ്മതിച്ചു. അങ്ങനെയാണ് ചന്ദ്രകാന്തം ജനിക്കുന്നത്. എന്നാൽ സിനിമ പൂർത്തിയായപ്പോൾ പ്രേം നസീർ തന്റെ സാധാരണയുള്ള പ്രതിഫലം മാത്രമേ വാങ്ങിയുള്ളൂ. പ്രേം നസീർ കരുതിയതുപോലെ തന്നെ ചന്ദ്രകാന്തം പ്രേക്ഷകർ സ്വീകരിച്ചില്ല. ചിത്രം സാമ്പത്തികമായി പരാജയപ്പെട്ടു. പിന്നീട് രാഘവനെയും വിൻസെന്റിനെയും മറ്റ് നായകന്മാരാക്കി ശ്രീകുമാരൻ തമ്പി എടുത്ത ഭൂഗോളം തിരയുന്നു എന്ന ചിത്രവും പരാജയപ്പെട്ടു. സാമ്പത്തികമായി ശ്രീകുമാരൻ തമ്പി വിഷമത്തിലായ ഈ സമയത്താണ് പ്രേം നസീർ ചട്ടമ്പി കല്യാണി എന്ന ചിത്രം നിർമ്മിക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും സംവിധാന ചുമതല ശശികുമാറിന് നൽകിയതും. ചിത്രം വമ്പൻ ഹിറ്റായി. ശ്രീകുമാരൻ തമ്പി സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറുകയും ചെയ്തു.
ഇത് ശ്രീകുമാരൻ തമ്പി എന്ന ഗാനരചയിതാവിനോട് മാത്രമുള്ള പ്രേം നസീറിന്റെ സമീപനമായിരുന്നില്ല. തന്റെ നിർമ്മാതാക്കളോടെല്ലാവരോടും അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പെരുമാറിയത്. തന്നെ വിശ്വസിച്ച് പടമെടുത്ത് പരാജയപ്പെടുന്ന നിർമ്മാതാക്കളെ രക്ഷപ്പെടുത്തുന്നതിനും വീണ്ടും പടമെടുക്കുവാൻ സൗജന്യമായി ഡേറ്റുകൾ നൽകുവാൻ പോലും അദ്ദേഹം തയ്യാറായി. സെറ്റിൽ ഒരിക്കൽ പോലും പ്രേം നസീർ എത്താത്തതിന്റെ പേരിൽ ഷൂട്ടിംഗ് താമസിച്ചിട്ടില്ല. കൃത്യസമയത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തുന്നത് അനാവശ്യമായി കരുതുന്ന നടീനടന്മാരുള്ള കാലത്തായിരുന്നു സ്വന്തം കാര്യത്തിൽ കൃത്യനിഷ്ഠത പാലിക്കുവാൻ അദ്ദേഹം തയ്യാറായത്. ഒരു രീതിയിലും നിർമ്മാതാവിനെ നിന്ദിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. അവരുടെ പണവും പ്രേക്ഷകന്റെ സന്മനസ്സും മാത്രമാണ് തന്റെ നിലനിൽപ്പിന് കാരണമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് എന്നും ഉണ്ടായിരുന്നു. സഹജീവികളായ പല നടന്മാർക്കും സിനിമയിൽ അഭിനയിക്കുന്നതിന് ചാൻസ് വാങ്ങിക്കൊടുക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിനെക്കുറിച്ച് പൂജപ്പുര രവി എന്ന ഹാസ്യ നടൻ പറയുന്നത് ഇങ്ങനെയാണ്: കോടമ്പക്കത്തെ സ്വാമീസ് ലോഡ്ജിൽ ചാൻസ് ഒന്നുമില്ലാതെ ഇരിക്കുമ്പോഴായിരിക്കും അവിടുത്തെ ഫോണിൽ നസീർ സാറിന്റെ ഫോൺ വരിക. എന്താ അസേ, കണ്ടിട്ട് കുറച്ചു കാലമായല്ലോ, പടമൊന്നും ഇല്ല അല്ലേ? നമുക്ക് ശരിയാക്കാം കേട്ടോ. ഇങ്ങനെ പറഞ്ഞായിരിക്കും ഫോൺ വെക്കുക. പിറ്റേന്ന് പുതിയ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള അഡ്വാൻസ് തുകയുമായി ഏതെങ്കിലും നിർമ്മാതാവ് തീർച്ചയായും എത്തിയിരിക്കും. ഇതായിരുന്നു അന്നത്തെ കാലത്ത് പ്രേം നസീർ സൃഷ്ടിച്ച സിനിമാ സംസ്കാരം. മലയാള സിനിമയ്ക്ക് പ്രേം നസീറിന്റെ മരണത്തോടെ നഷ്ടമായതും ആ സംസ്കാരമാണ്. അന്യരോട് കരുതലും സ്നേഹവും കാട്ടിയിരുന്ന നസീർ സംസ്കാരം പ്രണയരംഗങ്ങളുടെ ആർദ്രതയിൽ നിന്ന് കേവല ജാടപ്രേമങ്ങളിലേക്കുള്ള ഇപ്പോഴത്തെ മുതലക്കൂപ്പ് പോലെ അതും പ്രേക്ഷകനെ നോവിക്കുന്നു. അഭ്രപാളിയിൽ അന്നുവരെ കണ്ടിട്ടില്ലായിരുന്ന അഭിനയ ശൈലിയും സൗന്ദര്യവും പ്രേം നസീറിനെ വളരെ പെട്ടെന്ന് തന്നെ ജനപ്രിയനാക്കി മാറ്റി. 50കളിലെയും 60കളിലെയും മലയാള സിനിമയ്ക്ക് പ്രേം നസീർ സമ്മാനിച്ച യുവത്വത്തിന്റെ പ്രസരിപ്പ് വർണ്ണനകൾക്കും അതീതമാണ്. 80കളുടെ അവസാനത്തിൽ ഇറങ്ങിയ സിനിമകളിൽ നസീർ അച്ഛനും ജ്യേഷ്ഠനുമൊക്കെയായി ഭാവം മാറിയെങ്കിലും കയ്യേറിയ കാമുക ഭാവം അതിലും കൈവിടിഞ്ഞില്ല. യേശുദാസിന്റെയും ജയചന്ദ്രന്റെയും എല്ലാം മറക്കാനാവാത്ത ഒട്ടുമിക്ക പാട്ടുകൾക്കും തിരശ്ശീലയിൽ ചുണ്ടനക്കിയത് പ്രേം നസീർ ആയിരുന്നു. നസീർ പാടുമ്പോൾ കാറ്റിൽ കസ്തൂരി മണത്തു. രാജീവ നയനങ്ങൾ 1000 ചുംബന സ്മൃതി സുമങ്ങൾ ഏറ്റുവാങ്ങി. മലയാളിയുടെ വേഷത്തെയും പെരുമാറ്റത്തെയും ശരീരഭാഷയെയും കാഴ്ചപ്പാടിനെയും വരെ സ്വാധീനിച്ച ചലച്ചിത്ര സാന്നിധ്യമായി നസീർ. മനുഷ്യത്വപരമായ ഇടപെടലുകൾ എന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. ആശ്രയിക്കാൻ എത്തിയവർക്കെല്ലാം ആശ്വാസമായിരുന്നു അയാൾ. എന്നെ തേടിയെത്തിയ കഥാപാത്രങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ താൻ ചെയ്ത കഥാപാത്രങ്ങളെ മുഴുവൻ അയാൾ വരച്ചിട്ടു. മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ്, കള്ളിച്ചെല്ലമ്മ, നദി, അനുഭവങ്ങൾ പാളിച്ചുകൾ, അഴകുള്ള സെലീന, വിട പറയും മുൻപേ, പടയോട്ടം, ധ്വനി തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിലൂടെ അദ്ദേഹം സ്വന്തമാക്കിയത് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആരാധകരെയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കലയ്ക്ക് നൽകിയ സംഭാവനകളെ മാനിച്ച് ഇന്ത്യൻ ഗവൺമെന്റ് യഥാക്രമം 3ാമത്തെയും 4ാമത്തെയും സിവിലിയൻ ബഹുമതികളായ പത്മഭൂഷൺ, പത്മശ്രീ എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. നസീറിന്റെ സിനിമകളിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ നായിക, അതായത് ഷീലയോടൊത്ത് 130 സിനിമകളിൽ അഭിനയിച്ചു എന്നതാണ്. ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തെ തേടിയെത്തിയത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡാണ്. 93 നായികമാർക്കൊപ്പം അഭിനയിച്ചതിനും 1973ലും 77ലും 30 സിനിമകളിൽ വീതം അഭിനയിച്ചതിനും മറ്റ് റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കി. 1926 ഏപ്രിൽ 7 തിരുവിതാംകൂറിലെ ചിറയൻ കീഴിൽ അക്കോട് ഷാഹുൽ ഹമീദിന്റെയും അസൂമ ബീബിയുടെയും മൂത്ത മകനായിട്ടായിരുന്നു പ്രേം നസീറിന്റെ ജനനം. കഠിനംകുളം ലോവർ പ്രൈമറി സ്കൂൾ, ശ്രീ ചിത്രവിലാസം സ്കൂൾ, SD കോളേജ്, സെയിന്റ് ബെർക്കുമാൻസ് കോളേജ്, ചങ്ങനാശ്ശേരി തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു തുടർ പഠനം. ഈ കാലയളവിൽ തന്നെ ഒരു നാടക കലാകാരനായി അദ്ദേഹം മാറിയിരുന്നു. എത്രയോ കാലം താൻ പാടി നടന്ന് അഭിനയിച്ച വിജയ ഗാർഡൻസിലെ ആശുപത്രിയായി രൂപമാറിയ ആ പഴയ ഫ്ലോറിൽ നിന്നാണ് നസീർ അവസാനത്തെ യാത്ര പറഞ്ഞതും. മലയാള സിനിമയിലെ ഒരു യുഗസൃഷ്ടാവായിരുന്നു അദ്ദേഹം. നസീർ ഉണ്ടാക്കിയെടുത്ത അടിത്തറയിന്മേലാണ് മലയാള സിനിമ ഗോപുരങ്ങൾ പണിതുയർത്തിയത്. മൺമറിഞ്ഞ് കാലമിത്ര കഴിഞ്ഞിട്ടും മാറ്റിയെടുക്കേണ്ടെന്ന് നമ്മൾ നിർബന്ധിച്ചുറപ്പിച്ച ശീലമായി നസീർ ഇപ്പോഴും നിലകൊള്ളുന്നു. കേരളവും മലയാളികളും ഉള്ളിടത്തോളം കാലം നിത്യഹരിത നായകൻ എന്ന പദവി പ്രേം നസീർ എന്ന അതുല്യ പ്രതിഭയ്ക്ക് സ്വന്തം.